ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദല്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ട്രിവാൻഡ്രത്ത് നല്ലൊരു പ്ലേസാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിലാണ് അങ്ങോട്ട് പോയത്. അസ്തമയം കാണാമെന്ന് വിചാരിച്ചെങ്കിലും എത്തിയപ്പോഴത്തേക്കും കുറച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് അസ്തമയമൊക്കെ കഴിഞ്ഞു. എന്നാലും നമ്മൾ ബീച്ചിലെത്തിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ കടൽക്കാറ്റും പിന്നെ ഈ തിരമാലകൾ വന്ന് നമ്മുടെ കാലിൽ തട്ടി തഴുകി പോകുന്ന ആ ഒരു ഫീലുമാണല്ലേ. സത്യം പറഞ്ഞാൽ കുറച്ച് സാഹിത്യം ഉപയോഗിക്കണ്ടേ, അതുകൊണ്ട് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ കടൽക്കാറ്റും കടലയും ഒക്കെ നല്ലോണം ഒന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞപ്പോൾ ദാ കിടക്കുന്നു നിറച്ച് ബോട്ട്. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി അവരിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് വിടാൻ പാടുണ്ടോ, അപ്പോൾ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി അങ്ങ് എടുത്തു. അതിനുശേഷം വന്നപ്പോൾ ദാ നിൽക്കുന്നു കുതിര സവാരിക്ക് വേണ്ടി കുതിരകളുണ്ട്. പിന്നെ എത്ര വയ്യെങ്കിലും നമ്മൾ ഈ കടൽക്കാറ്റൊക്കെ ആസ്വദിക്കുമ്പോൾ നമ്മളൊരു ഐസ്ക്രീം കഴിക്കണ്ടേ. സത്യമല്ല തൊണ്ട വയ്യ, എന്നാലും നമ്മൾ എന്ത് ചെയ്തു, ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് രണ്ടുപേർക്കും സ്ട്രോബെറി ഫ്ലേവറും ചേട്ടനും ഞാനും വാനില ഫ്ലേവറും വാങ്ങിച്ച് ആ കൽമണ്ഡപത്തിൽ ചെന്നിരുന്ന് കടൽക്കാറ്റൊക്കെ ആസ്വദിച്ചു കൊണ്ടിരുന്ന് നമ്മൾ ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മൾ ഈ ശംഖുമുഖം ബീച്ചിൽ നല്ലൊരു അട്രാക്ഷനാണ് നമ്മൾ മത്സ്യകന്യക എന്ന് പറയുന്നത്. കാലായി കുഞ്ഞാവിൻ്റെ മത്സ്യകന്യക എന്നുള്ള സ്റ്റാച്ചു. പക്ഷേ അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ഇരുട്ടായതുകൊണ്ട് തന്നെ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പാനിപൂരി കഴിക്കാമെന്ന് വിചാരിച്ച് കയറി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ പോയ സമയത്താണ് പാനിപൂരി കഴിക്കുന്നത്. പക്ഷേ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അത്ര ടേസ്റ്റ് എനിക്ക് ഇതിലോട്ട് തോന്നിയില്ല, എന്നാലും കഴിച്ചു. അത്യാവശ്യം കൊള്ളായിരുന്നു, കഴിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുണ്ട് ഇവിടെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവരും ഒരു സെൽഫി പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിടാൻ പാടുണ്ടോ? വിടാൻ പാടില്ല. അപ്പോൾ നമ്മളും എന്ത് ചെയ്തു, ഒരു സെൽഫി അങ്ങ് എടുത്തു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. നല്ലോണം കുട്ടികളാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ നല്ലോണം ആസ്വദിച്ചു. അപ്പോൾ കുട്ടികൾക്കുള്ള ഒരുപാട് പുതിയ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവർക്ക് ആസ്വദിക്കാൻ പറ്റിയ. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഗോസ്റ്റ് ഹൗസ് കണ്ടു. അപ്പോൾ നല്ലൊരു അട്രാക്ഷൻ തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ കയറാമെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ടിക്കറ്റ് ചാർജ് വന്നത് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കയറിയെങ്കിലും ഈ ഗോസ്റ്റ് ഹൗസിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കുറേ സൗണ്ടുകളും കാര്യങ്ങളും കേട്ടപ്പോൾ തന്നെ പേടിച്ചു. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാണ് ഞാൻ കയറിയത് തന്നെ. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ചെറിയൊരു ക്ലിപ്പ് കിട്ടിയത് ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം അത് കയറുന്നതിന് മുമ്പ് അത് നമ്മൾ കുറച്ചിങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് അതിങ്ങനെ അനങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ലോണം ആസ്വദിച്ച ശേഷം നമ്മൾ പുറത്തിറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നല്ലോണം വൈകി കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.